മഹാഗണപതയേ നമഃ. ശ്രീ മഹാസരസ്വത്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യ പത്മേഷു രവിസ്വരൂപം നമാമി തുഞ്ചത്തെഴുമാര്യപാദം. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ശ്രീ ആഞ്ജനേയസ്വാമിനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. രാമായണ മാസം, അതായത് കർക്കിടക മാസം 30-ാം തീയതിയാണ് ഇന്ന് സുദിനമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. 30-ാം ദിവസമായ ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത് രാവണ വധവും ഹനുമൽ ഭരത സംവാദവുമാണ്. നാളെ നമ്മൾ ശ്രീരാമന്റെ രാജ്യാഭിഷേകം അയക്കുന്നതായിരിക്കും. ഹരേ രാമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. രാവണവധം. രാഘവൻ മാതലിയോടരുളി ചെയ്തിതാകുലമെന്നിയെ തേർന്നടത്തിയിടു നീ. മാതലി തേരതിവേഗേന കൂട്ടിനാനേതുമേ ചഞ്ചലമില്ല ദശാസ്യനും. മൂടി പൊടി കൊണ്ടു ദിക്കും ഉടനിട കൂടി ശരങ്ങളും എന്തൊരു വിസ്മയം. രാത്രിഞ്ചരന്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശരഥപുത്രനും. യാതുധാനാധിപൻ വാജികൾ തമ്മയും മാതലി തന്നെയുമേറെ എയ്തിടിനാൻ. ശൂലം മുസലഗദാദികളും മേൽക്കുമേലെ പൊഴിച്ചിതു രാക്ഷസരാജനും. സായകജാലം പൊഴിച്ചവയും മുടിച്ചായോധനത്തിനടുത്തിതു രാമനും. ഏറ്റമണഞ്ഞുമകന്നും വലം വെച്ചുമേറ്റുമിടം വെച്ചും ഒട്ടു പിൻവാങ്ങിയും. സാരഥിമാരുടെ സൗത്യ കൗശല്യവും പോരാളികളുടെ യുദ്ധ കൗശല്യവും പണ്ടു കീഴിൽ കണ്ടതില്ല നാം. ഈ വണ്ണമുണ്ടാകയുമില്ല ഈ വണ്ണം ഇനിമേലിൽ എന്നു ദേവാദികളും പുകഴ്ത്തിനാൻ. നന്നെന്നു തെളിഞ്ഞിതു നാരദൻ. പൗലസ്ത്യ രാഘവന്മാർ തൊഴിൽ കാൺകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിടിനാർ. വാദമടങ്ങി മറഞ്ഞിതു സൂര്യനും മേദിനിദാനം വിളച്ചിതു പാരമായി. പാഥോനിധിയുമിളകി മറിഞ്ഞിതു പാതാളവാസികളും നടുങ്ങിടിനാർ. അമ്പുതിയോടെന്നെതിർക്കിലും അമ്പരത്തോടെതിർത്തിടിലും രാഘവ രാവണ യുദ്ധത്തിനു സമം. രാഘവ രാവണ യുദ്ധമൊഴിഞ്ഞില്ല. കേവലമിങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളും. അന്നേരത്തു രാഘവൻ രാത്രിഞ്ചരന്റെ തലയൊന്നടുത്തുടൻ ധാത്രിയിലിട്ടാൻ. അതു നേരമപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല. കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും. ഉണ്ടായതപ്പോളതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാൻ. അരക്ഷണാൽ യുദ്ധം മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ടു രഘുകുല സത്തമൻ. പിന്നെയും 10 തലയ്ക്കൊരു വാട്ടമില്ലെന്നേ. വിചിത്രമേ നന്നെത്രയും. ഇങ്ങനെ 100,000 തല പോകിലും എങ്ങും കുറവില്ലവൻ തല 10-നും.
രാത്രിഞ്ചരാധിപൻ തന്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേ തുലോം. കുംഭകർണൻ, മകരാക്ഷൻ, ഖരൻ, ബാലി, വമ്പനാമാരീജൻ എന്നിവരാദിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിനിന്നെന്തതിനിഷ്ഠുരനാം ഇവനെ കൊല്ലുവാൻ മടിയുണ്ടായത്? ഈ ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടീലുപായവുമേതുമൊന്നീശ്വരാ ചിന്തിച്ചു രാഘവൻ. പിന്നെയും ദശകന്ധരന്മയിൽ ബാണങ്ങൾ തൂകിയിടിനാൻ. രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ. ദേവദേവൻ തിരുമേനിമേലാവോളം കൊണ്ട ശരങ്ങളെ കൊണ്ടു രഘുവരനുണ്ടായതുള്ളിലൊരു നിനവന്നേരം. പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞു ദശാസ്യനു നിർണയം. 7 ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണ നിന്നു പുരുതോരനന്തരം. മാതലിതാനും തൊഴുതു ചൊല്ലിയിടിനാൻ ഏതും വിഷാദമുണ്ടാകായിക മാനസേ. മുന്നമഗസ്ത്യ തപോധനനാദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽ പ്രഭോ. പൈതാമഹാസ്ത്രമതായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ. നന്നു പറഞ്ഞതു നീ അതെന്നോടിനി കൊന്നിടുവേൻ ദശകണ്ഠന് നിർണയം എന്നരുളി ചെയ്തു വൈരിഞ്ചമസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തിതു രാഘവൻ. സൂര്യാനലന്മാരതിന്നു തരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്ത്യാ ജപിച്ചയച്ചിടിനാൻ. രാവണൻ തന്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരിതിയിൽ പൊക്കു ചോര കഴുകി മുഴുകി വിരവോടു മാരുതവേഗേന രാഘവൻ തന്നെ തൂണിയിൽ വന്നിങ്ങു വീണു തെളിവോടു ബാണവും. എന്തൊരു വിസ്മയം! അന്നേരം തേരിൽ നിന്നാശു മറിഞ്ഞു വീണിടിനാൻ പാരിൽ മരാമരം വീണ പോലെ തഥാ. കൽപ്പകവൃക്ഷ പുതുമലർ തൂകിനാരുൽപ്പന്നമോദേന വാനവരേവരും. ആർക്കകുലോത്ഭവൻ മൂർധനിമേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതു. പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൻ. അർക്കനും നേരെയുദിച്ചാൻ അതുനേരം. മന്ദമായി വീശിത്തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശലോകവും. താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. ശേഷിച്ച രാക്ഷസരോടി അകമ്പുക്കു കേഴത്തുടങ്ങിനാരൊക്കെ ലങ്കാപുരേ. അർക്കജൻ മാരുതി നീലാംഗദാദിയാം മർക്കടവീരരുമാർത്തു പുകഴ്ത്തിനാർ. അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ വ്യഗ്രിച്ചരികത്തു ചെന്നിരുന്നാകുലാൽ ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൻ. ഒക്കെ വിധിബലമല്ലോ വരുന്നതും. ഞാനിതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ. മാനം നടിച്ചെന്നെയും വെടിഞ്ഞിടിന വീരാ. മഹാശയനോചിതനായ നീ പാരിലീവണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടു. ദൈവത്തിനതാർക്കൊഴിഞ്ഞ ആർക്കൊഴിക്കാവതും. ഏവം കരയും വിഭീഷണൻ തന്നോടു ദേവദേവേശനരുൾ ചെയ്തിതാദരാൽ. എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ. തന്നെ കുറിച്ചു കരയരുതേതുമേ, നന്നല്ലതു പരലോകത്തിനു സഖേ. വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ. പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്കു പാരം സുഹൃതികൾക്ക് നിയോഗം വരാ. ദോഷങ്ങളെല്ലാം ഒടുങ്ങി നീ വന്നിനി ശേഷക്രിയയ്ക്കു തുടങ്ങുക വൈകാതെ. യുദ്ധമരുൾ ചെയ്തു നിന്നരുളുന്നേരം തത്ര മണ്ഡോദരി കേണു തുടങ്ങിനാൾ. ലങ്കാധിപന്മാരിൽ വീണു കരഞ്ഞു മാതങ്കം ഉൾക്കൊണ്ടു മോഹിച്ചു പുനരുടൻ ഓരോ തരം പറഞ്ഞും. പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിനാർ.
പങ്ക്തിരഥാത്മജനെപ്പോൾ അരുൾ ചെയ്തു പങ്ക്തിമുഖാനുജൻ തന്നോടു സാദരം രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ച് നീ സത്വരം. തത്ര വിഭീഷണൻ ചൊന്നാൻ ഇവനോളം ഇത്ര പാപം ചെയ്തവരില്ല ഭൂതലേ, യോഗ്യമല്ലേതു മടിയൻ ഇവനുടൽ സംസ്കരിച്ചിടുവാൻ എന്നു കേട്ടേറ്റവും വന്ന ബഹുമാനമോടെ രഘൂത്തമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോടു മൽബാണമേറ്റു രണാന്തേ മരിച്ചൊരു കർപ്പുരാധീശ്വരൻ അറ്റിതു പാപങ്ങൾ വൈരവും ആ മരണാന്തമെന്നാകുന്നിതേറിയ സദ്ഗതിയുണ്ടാവതിന്നു നീ ശേഷക്രിയകൾ വഴിയേ കഴിക്കൊരു ദോഷം നിനക്കതിനേതുമകപ്പെടാ. ചന്ദനഗന്ധാദി കൊണ്ടു ചിതയും ആനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണ മാല്യങ്ങൾ കൊണ്ടും തഥാ നക്തഞ്ചരാധിപദേഹം അലങ്കരിച്ചാർത്തു വാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ട് അഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നെ പൂർവജനായി ഉദകക്രിയയും ചെയ്തു. നാരികൾ ദുഃഖം പറഞ്ഞു പോക്കിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാർ. മാതലിയും രഘുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സുരാലയം മേവിനാൻ. ചെന്നു നിജ നിജ മന്ദിരം പൊക്കിതു ജന്യാവലോകനം ചെയ്തു നിന്നോർകളും. വിഭീഷണ രാജ്യാഭിഷേകം. ലക്ഷ്മണനോടരുൾ ചെയ്തിതു രാമനും രക്ഷോവരനാം വിഭീഷണനായി മായാദത്തമായൊരു ലങ്കാരാജ്യമുൾപ്പൊക്കു ചിത്തമോദാൽ അഭിഷേകം കഴിക്ക നീ എന്നതു കേട്ടു കപിവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവതോയാദി തീർത്ഥജലങ്ങളാൽ സ്വർണകലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോടു താപസന്മാരുമായി ആർത്തു വിളിച്ച് അഭിഷേകവും ചെയ്തിതു. ഭൂമിയും ചന്ദ്രദിവാകരരാതിയും രാമകഥയുമുള്ളന്നു വിഭീഷണൻ ലങ്കേശനായി വാഴുകെന്നു കീടാദ്യ അലങ്കാരവും ചെയ്തു ദാനപുരസ്കൃതം. പൂജ്യനായൊരു വിഭീഷണനായിക്കൊണ്ടു രാജനിവാസികൾ കാഴ്ചയും വെച്ചിതു. വാച്ച കുതൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്നാസ്ഥയാ രാഘവൻ തൃക്കാൽക്കൽ വെച്ച് അഭിവാദ്യവും ചെയ്തു വിഭീഷണനാദരാൽ. നക്തഞ്ചരേന്ദ്ര പ്രസാദത്തിനായി രാമഭദ്രനതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ. ഇപ്പോൾ കൃതകൃത്യനായേനഹമെന്നു ചിൽപുരുഷൻ പ്രസാദിച്ചരുളിടിനാൻ. അഗ്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായി അരുൾ ചെയ്തിതു രാഘവൻ. ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോ, ത്വൽസഹായത്വേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോടു വധിച്ചതു നിശ്ചയം. ലങ്കേശ്വരനായി വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനം അഭിഷേകവും ചെയ്തു. സീതാ സ്വീകാര്യം. പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു മന്നവൻ, നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്നു ലങ്കാപുരം പുക്കറിയിക്കണം തന്വങ്കിയാകിയ ജാനകിയോടിതം നക്തഞ്ചരാധിപ നിഗ്രഹമാദിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എന്നാൽ അവളുടെ ഭാവവും വാക്കുമിങ്ങെന്നോട് വന്നു പറക നീ സത്വരം. എന്നതു കേട്ടു പവനതനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ചനന്തരം വന്നു നിശാചരർ സൽക്കരിച്ചിടിനാർ. നന്ദിതനായൊരു മാരുതപുത്രനും രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമിസുതയെ നമസ്കരിച്ചിടിനാൻ. വക്രപ്രസാദമാലോക്യ കപിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ. ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞുമേ വീടിനാൻ. യുദ്ധം ഭവതിയോടൊക്കെ പറയുന്നു ചിത്തം തെളിഞ്ഞരുൾ ചെയ്തിതറിഞ്ഞാലും സന്തോഷം എത്രയുണ്ടായതു സീതയ്ക്കെന്നെന്തു ചൊല്ലാവതു. ജാനകി ദേവിയും ഗദ്ഗദവർണ്ണേന ചൊല്ലിനാൾ, എന്തു ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടതു ചൊല്ലു നീ. ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായമെന്തെത്ര പാർക്കേണമിനിയും ശുചൈവ ഞാൻ.
തതിന്നു യോഗം വരുത്തിയിടു നീ ധീരത്വമില്ലെനിയും പൊടുത്തിടുവാൻ. വാതാത്മജനും രഘുവരൻ തന്നോടു മൈഥിലി ഭാഷിതം ചെന്നു ചൊല്ലിടിനാൻ. ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോടു സന്തുഷ്ടനായി അരുൾ ചെയ്താൻ. വിരയനീ ജാനകീദേവിയെ ചെന്നു വരുത്തുക, ദീനതയുണ്ട് പോൽ കാണായിക കൊണ്ടുമാം. സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണാനുലേവാദ്യ അലങ്കാരമണിയിച്ചു ശില്പമായോരു ശിബികമേലാരോപ്യ മൽപുരോഭാഗേ വരുത്തുക സത്വരം. മാരുതി തന്നോടുകൂടെ വിഭീഷണനാരാമദേശം പ്രവേശിച്ചു സാദരം. വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ടു മുഗ്ധാംഗിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിലെടുപ്പിച്ചു കൊണ്ടു ചെല്ലുന്നേരം ഉണ്ടായി ചമഞ്ഞിതൊരു ഘോഷനിസ്വനം. വാനരവീരരും തിക്കി തിരക്കിയ ജാനകീദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നതു കണ്ടൊരു യാത്രികന്മാരണഞ്ഞാട്ടിയകറ്റിനാർ. കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു. വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ? ഞാനുര ചെയ്തതു നിന്നോടിതെന്തെടോ? ജാനകീദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തുള്ളത് അതു പറഞ്ഞിടു നീ. മാതാവിനെ ചെന്നു കാണുന്നത് പോലെ മൈഥിലിയെ ചെന്നു കണ്ടാലുമേവരും പാദചാരേണ വരേണമെന്നന്തികേ മേദിനി നന്ദിനി കിം തത്ര ദൂഷണം. കാര്യാർത്ഥമായി പുരാ നിർമ്മിതമായൊരു മായാജനകജാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ടു വാച്യവാദങ്ങളെ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ. ലക്ഷ്മണനോടു മായാസീതയും ശുചാ തൽക്ഷണേ ചൊല്ലിനാൾ. ഏതുമേ വൈകാതെ വിശ്വാസമാശുമൽ ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ. കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക, ദണ്ഡമില്ലേതുമെനിക്കതിൽ ചാടുവാൻ. സൗമിത്രിയും അതു കേട്ടു രഘുത്തമ സൗമുഖ്യ ഭാവമാലോക്യ സസംഭ്രമം. സാമർഥ്യമേടുന്ന വാനരന്മാരുമായി ഹോമകുണ്ഠം തീർത്തു തീയും ജ്വലിപ്പിച്ചു രാമപാർശ്വം പ്രവേശിച്ചു നിന്നിടിനാൻ. ഭൂമിസുതയുമന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ മുഹുസ്വയം ബദ്ധാഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ. ഭർത്താവിനെയൊഴിഞ്ഞന്യനെ ഞാൻ മമ ചിത്തേ നിരൂപിച്ചതെങ്കിൽ അതിന്നു നീ സാക്ഷിയല്ലോ. സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമെന്നറിയിക്ക നീ എന്നു പറഞ്ഞുടൻ 3 വലം വെച്ചു വന്നിയിൽ ചാടിനാൾ കിഞ്ചിൽ ഭയം വിനാ. ദുശ്യവനാദികൾ വിസ്മയപ്പെട്ടിതു നിശ്ചലമായിതു ലോകവും അന്നേരം. ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാകിനീധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും ദന്തശൂകന്മാർ പിതൃക്കൾ മുനികളും ചാരണഗുഹ്യക സിദ്ധസാധ്യന്മാരും നാരദ തുമ്പുരു മുഖ്യ ജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കവേ ചുറ്റും നിറഞ്ഞിതു രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കൽ അന്നേരം. വന്ദിച്ചിതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രൻ പരമാത്മാനം അന്നേരം പ്രേമം ഉൾക്കൊണ്ടു പുകഴ്ന്നു തുടങ്ങിനാർ. സർവലോകത്തിനും കർത്താ ഭവാനല്ലോ, സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ, അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ, അജ്ഞാനനാശകനാകുന്നതും ഭവാൻ, സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ അഷ്ടമനായതും ലോകത്തിനാദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ. കർണങ്ങളായതും അശ്വിനീ രേവകൾ, കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ, ശുദ്ധനായി നിത്യനായി അദ്വയനായൊരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ. നിന്നുടെ മായയാ മൂടിക്കിടപ്പവർ നിന്നെ മനുഷ്യനെന്നുള്ളിൽ ഓർത്തിടുവോർ, നിന്നുടെ
നാമസ്മരണമുള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും. ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദമൊട്ടൊഴിയാതെ അടക്കിനാൻ നിർദ്ദയം. നഷ്ടനായാൻ അവൻ ഇന്നു നിന്നാലിനി പുഷ്ടസൗഖ്യം വസിക്കാം തൊൽക്കരുണയാ. ദേവകളിത്തം പുകഴ്ത്തും ദശാന്തരേ ദേവൻ വിരിഞ്ചനും വന്ദിച്ചു വാഴ്ത്തിനാൻ. വന്ദേ പദം പരമാനന്ദമദ്വയം വന്ദേ പദമശേഷ സ്തുതി കാരണം. അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താ മാത്രം അവ്യയമീശ്വരം. സർവഹൃദിസ്ഥിതം സർവജഗന്മയം സർവലോകപ്രിയം സർവജ്ഞമത്ഭുതം. രത്നകിരീടം രവിപ്രഭം കാരുണ്യരത്നാകരം രഘുനാഥം രമാവരം. രാജരാജേന്ദ്രം രജനീചരാന്തകം രാജീവലോചനം രാവണനാശനം. മായാപരമജം മായാമയം മനുനായകം മായാവിഹീനം മധുദ്ദിഷം. മാനവം മാനഹീനം മനുജോത്തമം മാധുര്യസാരം മനോഹരം മാധവം. യോഗിചിന്യം സദാ യോഗിഗമ്യം മഹായോഗവിധാനം പരിപൂർണമച്യുതം. രാമം രമണീയരൂപം ജഗദഭിരാമം സദൈവ സീതാഭിരാമം ഭജേ. യുദ്ധം വിധാതുസ്തുതി കേട്ടു രാഘവൻ ചിത്തമാനന്ദിച്ചിരുന്നരുളുന്നേരം. ആശ്രയാശൻ ജഗദാശ്രയഭൂതയായി ആശ്രിതവത്സലയായ വൈദേഹിയെ കാഴ്ചയായി കൊണ്ടുവന്നാശു വണങ്ങിനാൻ. ആശ്ചര്യമുൾക്കൊണ്ടു നിന്നിതെല്ലാവരും. ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ നിന്നെങ്കൽ ആരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക. സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും. പാവകനെ പ്രതിപൂജിച്ചു രാഘവൻ ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ. പങ്കേരുഹാക്ഷനും ജാനകി ദേവിയെ സ്വാംഗേ സമാവേശ്യ ശോഭിച്ചിതേറ്റവും. ദേവേന്ദ്രസ്തുതി. സംഗ്രന്ഥനൻ തഥാ രാമനെ നിർജ്ജര സംഖ്യേന സാർദ്ധം വണങ്ങി സ്തുതിച്ചിതു. രാമചന്ദ്ര പ്രഭോ പാഹിമാം പാഹിമാം രാമഭദ്രപ്രഭോ പാഹിമാം പാഹിമാം. ഞങ്ങളെ രക്ഷിപ്പതിനു മറ്റാരുള്ളതിങ്ങനെ കാരുണ്യപീയൂഷവാരിധേ. നിന്തിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണമെൻ പോറ്റി മാനസേ. നിൻ ചരിതാമൃതം ചൊൽവാനും എപ്പോഴും എൻ ചെവി കൊണ്ടു കേൾപ്പാനും അനുദിനം. യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം യോഗമൂർത്തേ ജനകാത്മജാവല്ലഭ. ശ്രീ മഹാദേവനും നിന്തിരുനാമങ്ങൾ രാമരാമേതി ജപിക്കുന്നിതന്വഹം. തൊൽപാദ തീർത്ഥം ശിരസി വഹിക്കുന്നിതെപ്പോഴും ആത്മശുദ്ധിക്കുമാവല്ലഭൻ. ഏവം പലതരം ചൊല്ലി സ്തുതിച്ചോരു ദേവേന്ദ്രനോടരുൾ ചെയ്തിതു രാഘവൻ. മൃത്യു ഭവിച്ച കപികുല വീരരെ അത്തൽ കളഞ്ഞു ജീവിപ്പിക്കുകയും വേണം. പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമാക്കി ചമച്ചിടുക. വാനരന്മാർക്കു കുടിപ്പാൻ നദികളും തേനായി ഒഴുകണമെന്നു കേട്ടിന്ദ്രനും എല്ലാം അരുൾ ചെയ്തവണ്ണം വരികെന്നു കല്യാണം ഉൾക്കൊണ്ട് അനുഗ്രഹിച്ചിടിനാൻ. നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവർകളും. ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തിത് അന്നേരം. നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ നിന്നു വിമാനമർന്നു നിന്നെ കാൺമാൻ. ചെന്നു വണങ്ങുകെന്നൻപോടു കേട്ടഥ മന്നവൻ സംഭ്രമം പൂണ്ടു വണങ്ങിനാൻ. വൈദേഹിദാനം സുമിത്രാതനയനും ആദരവോടു വന്ദിച്ചു ജനകനെ. ഗാഠം പുണർന്നു നെടുകയിൽ ചുംബിച്ചു ഗൂഢനായോരു പരമപുരുഷനെ. സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർവം ഉണർന്നാനന്ദമഗ്നനായി ചിന്മയനോടു പറഞ്ഞു ദശരഥൻ. എൻ മകനായി പിറന്ന ഭവാനെ ഞാൻ നിർമ്മലമൂർത്തെ ധരിച്ചതിന്നാകയാൽ ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നിതു. നിൻ മഹാമായ മോഹിപ്പിയായി എന്നെയും കന്മഷനാശന കാരുണ്യവാരിധേ.
താതവാക്യം കേട്ടു രാമചന്ദ്രൻ തഥാ മോദേന പോവാൻ അനുഗ്രഹിച്ചിടിനാൻ. ഇന്ദ്രാദി ദേവകളോടും ദശരഥൻ ചെന്നു അമരാവതി പുക്കുമരുവിനാൻ. സത്യസന്ധൻ തന്നെ വന്ദിച്ച അനുജ്ഞയാ സത്യലോകം ചെന്നു പുക്കു വിരിഞ്ചനും. കാത്യായനീ ദേവിയോടും മഹേശ്വരൻ പ്രീത്യാ വൃഷാരൂഢനായെഴുന്നള്ളിനാൻ. ശ്രീരാമചന്ദ്ര നിയോഗേന പോയിതു നാരദനാദി മഹാമുനി വൃന്ദവും. പുഷ്കര നേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരചാരികളും നടന്നിടിനാർ. അയോധ്യയിലേക്കുള്ള യാത്ര. മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചു. അതോ പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ ദാസനാമെന്നെ കുറിച്ചു വാത്സല്യമുണ്ടേതാനുമെങ്കിൽ അത്രൈവ സന്തുഷ്ടനായി മംഗളദേവതയാകിയ സീതയാ മംഗളസ്നാനവും ആചരിച്ചിടണം. മേളമായി ഇന്നു വിരുന്നും കഴിഞ്ഞിങ്ങു നാളെ അങ്ങോട്ടെഴുന്നള്ളിയിടുകയുമാം എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടുടൻ മന്നവൻ താനുമരുൾ ചെയ്തു. സോദരനായി ഭരതൻ അയോധ്യയിലാധികം പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നിതു. ഞാനവൻ തന്നോടു കൂടി ഒഴിഞ്ഞ അലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്ക എന്നുള്ളതില്ലടോ. ചെന്നൊരു രാജ്യത്തിൽ വാഴുകയെന്നുള്ളതും സ്നാനാശനാദികൾ ആചരിക്കുന്നതും നൂനമവനോടുകൂടിയേയാവിതു എന്നു 14 സംവത്സരം തികയുന്നതെന്നുള്ളതും പാർത്തവൻ വാഴുന്നു. ചെന്നീല ഞാൻ അന്നു തന്നെ, എന്നാൽ അവൻ വന്നിയിൽ ചാടി മരിക്കുമേ പിറ്റേനാൾ എന്നതുകൊണ്ടുണർന്നിതു ഞാനിഹ വന്നു സമയവുമേറ്റമടുത്തങ്ങു ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിൻ മുന്നമേ നിന്നിൽ വാത്സല്യമില്ലായകയുമല്ലമേ. സൽക്കരിച്ചിടു നീ സത്വരം എന്നുടെ മർക്കടവീരരെ ഒക്കവേ സാദരം. പ്രീതി അവർക്ക് വന്നാൽ എനിക്കും വരും പ്രീതി, അതിനൊരു ചഞ്ചലമില്ല കേൾ. എന്നെ കനിവോട് പൂജിച്ചതിൻ ഫലം വന്നുകൂടും കവിവീരരെ പൂജിച്ചാൽ. പാനാശന സ്വർണരത്നാംബരങ്ങളാൽ വാനരന്മാർ കലംഭാവം വരും വണ്ണം പൂജയും ചെയ്തു കവികളുമായി ചെന്നു രാജീവനേത്രനെ കൂപ്പി വിഭീഷണൻ ക്ഷിപ്രമയോധ്യക്കെഴുന്നള്ളുവാനിഹ പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ. രാത്രിഞ്ചരാധിപനിദ്ധമുണർത്തിച്ച വാർത്ത കേട്ടാസ്ഥയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകെന്നാനഥ പൗലസ്ത്യാനവും വന്നു വന്ദിച്ചിതു. ജാനകിയോടും അനുജനോടും ചെന്നു മാനവ വീരൻ വിമാനവുമേറിനാൻ. അർക്കാത്മജാതി കപിവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘൂത്തമൻ. മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തിതാതരാൽ മന്ദേതരം ഞാൻ അയോധ്യയ്ക്ക് പോകുന്നു. മിത്രകാര്യം കൃതമായതോ നിങ്ങളാൽ ശത്രുഭയമിനി നിങ്ങൾക്കകപ്പെടാ. മർക്കടരാജ സുഗ്രീവ മഹാമതേ കിഷ്കിന്ധയിൽ ചെന്ന് വാഴുക നീ സൗഖ്യമായി. ആശരാധീശ്വര വിഭീഷണ ലങ്കയിൽ ആശുപോയി വാഴുക നീയും ബന്ധുവർഗവും. കാകുൽസ്തനിദ്ധമരുൾ ചെയ്ത നേരത്ത് വേഗത്തിൽ വന്ദിച്ചവർകളും ചൊല്ലിനാർ. ഞങ്ങളും കൂടെ വിടകൊണ്ട് അയോധ്യയിൽ അങ്ങു കൗസല്യാദികളെയും വന്ദിച്ചു. മംഗലമാമാർ അഭിഷേകവും കണ്ടു തങ്ങൾക്കുള്ളവിടെ വന്നിടുവാൻ. ഉണ്ടാക വേണം തിരുമനസ്സെങ്കിലേ കുണ്ഠത ഞങ്ങൾക്കു തീരൂ ജഗൽ പ്രഭോ. അങ്ങനെ തന്നെ നമുക്കും അഭിമതം, നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്ഭുതം. എങ്കിലോ വന്നു വിമാനമേടിയിടുവിൻ സങ്കടമെന്നിയേ മിത്രവിയോഗജം. സേനയാസാർത്ഥം നിശാചരരാജനും വാനരന്മാരും വിമാനമേടിയിടിനാർ. സംസാരനാശനാനുജ്ഞയാ പുഷ്പകം ഹംസ സമാനം സമുൽപ്പതിച്ചു തഥാ. നക്തഞ്ചരേന്ദ്ര സുഗ്രീവാനുജ പ്രിയായുക്തനാം രാമനെ കൊണ്ടു വിമാനവും എത്രയും ശോഭിച്ചിതംബരാന്തേ തഥാ മിത്രബിംബം കണക്കെ ധനദാസനം. ഉത്സംഗസീംനി വിന്യസ്യ സീതാം ഭക്തവത്സലൻ നാലു ദിക്കും പുനരാലോക്യ വത്സേ ജനകാത്മജേ ശൃണു വല്ലഭേ സൽസേവിതേ സരസീരുഹലോചനെ പശ്യ ത്രികൂടാചലോത്തമാംഗസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം. യുദ്ധാങ്കണം കാൺകതിലിങ്ങു ശോണിത കർദ്ദമാ മാംസാസ്തി പൂർണ്ണം ഭയങ്കരം. അത്രൈവ വാനര രാക്ഷസന്മാർ തമ്മിൽ എത്രയും ഘോരമായുണ്ടായി സങ്കരം. അത്രൈവ രാവണൻ വീണു മരിച്ചു
മരിച്ചിതൻ അസ്ത്രമേറ്റുത്തമേ നിന്നുടെ കാരണം. കുംഭകർണൻ മകരാശനും എന്നുടെ അമ്പുകൊണ്ടത്ര മരിച്ചിതു വല്ലഭേ. വൃത്രാരിജിത്തും അതികായനും പുനരത്ര സൗമിത്യതൻ അസ്ത്രമേറ്റുത്തമേ. വീണു മരിച്ചിതു പിന്നെയും മറ്റുള്ള കൗണപന്മാരെ കവികൾ കൊന്നേടിനാ. സേതു ബന്ധിച്ചതും കാണെടോ സാഗരേ, ഹേതു ബന്ധിച്ചത് അതിന്നു നീയല്ലയോ. സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ, പഞ്ചപാതകനാശനം ത്രൈലോക്യപൂജിതം. കണ്ടാലുമുണ്ടാം ദുരിത വിനാശനം, കണ്ടാലും അങ്ങതിന്നത്ര രാമേശ്വരം. എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങു നീ. അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചിതുത്തമനായ വിഭീഷണൻ വല്ലഭേ. പുഷ്കരനേത്രേ പുരോഭുവി കാണെടോ കിഷ്കിന്ധയാകും കപീന്ദ്രപുരീമിമാം. സ്തുത്വാ മനോഹരം ഭർതൃവാക്യം മുതാ പൃഥ്വീസുതയുമിപേ അപേക്ഷിച്ചിതന്നേരം. താരാദിയായുള്ള വാനര സുന്ദരിമാരെയും കണ്ടങ്ങു കൊണ്ടുപോയിടണം കൗതൂഹലം അയോധ്യാപുരിവാസിനാം. ചേതസി പാരമുണ്ടായി വരും നിർണയം. വാനരവീരരും ഒട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു. ഭർതൃവിയോഗജ ദുഃഖമിന്നെന്നോളമിത്തി ലോകത്തിങ്കലാരറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം. രാഘവൻ ത്രൈലോക്യ നായകൻ തന്നുള്ള ആഹൂതം അപ്പോൾ അറിഞ്ഞു വിമാനവും. ക്ഷോണീതലം നോക്കി മന്ദമന്ദം തഥാ താണതു കണ്ടരുൾ ചെയ്തു രഘൂത്തമൻ. വാനരവീരരെ, നിങ്ങൾ നിജ നിജ മാനിനിമാരെ വരുത്തുവിനെ വരും. മർക്കടവീരരതു കേട്ട് മോദേന കിഷ്കിന്ധബുക്കു നിജാങ്കനമാരെയും പോകെന്നു ചൊല്ലി വിമാനം കരേറ്റിനാർ. ശാഖാമൃഗാധിപന്മാരും കരേറിനാർ. താരാർമകളായ ജാനകീദേവിയും താരാരുമാദികളോട് മോദാന്വിതം ആലോകനാലാപമന്ദഹാസാദി ഗാഠാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ടു സംഭാവന ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ടു തിരിച്ചു വിമാനവും വിശ്വൈക നായകൻ ജാനകിയോടരുളി ചെയ്തിതു പരമാനന്ദ സംയുതം. പശ്യമനോഹരേ ദേവി വിചിത്രമാം ഋഷ്യമൂകാചലമുത്തുങ്കമെത്രയും. അത്രൈവ വൃത്രാരിപുത്രനെ കൊന്നതും മുഗ്ധാങ്കി പഞ്ചവടി നാം ഇരുന്നേടം. വന്ദിച്ചുകൊള്ളുക അഗസ്ത്യാശ്രമം ഭക്തി പൂണ്ടി ദീവരാക്ഷി സുധീഷ്ണാശ്രമത്തെയും. ചിത്രകൂടാചലം പണ്ടു നാം വാണേടം അത്രൈവ കണ്ടു ഭരതനെ നാമെടോ. ഭദ്രേ മുതാ ഭരദ്വാജാശ്രമം കാണുക ശുദ്ധീകരം യമുന തടശോഭിതം. ഗംഗാ നദി അതിന്നങ്ങു ശൃംഗിവേരൻ ഗുഹൻ വാഴുന്ന നാടെടോ. പിന്നെ സരയൂ നദി അതിന്നങ്ങേതു ധന്യമായി അയോധ്യ നഗരം മനോഹരേ. യുദ്ധമരുൾ ചെയ്ത നേരത്തു രാഘവൻ ചിത്തമറിഞ്ഞാശു താണു വിമാനവും. വന്ദിച്ചിതു ഭരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രൻ. രാമനും ചോദിച്ചിതപ്പോൾ അയോധ്യയിലാമയമേതുമൊന്നില്ലയല്ലേ മുനേ. മാതൃജനത്തിനും സൗഖ്യമല്ലീ മമ സോദരന്മാർക്കും ആചാര്യജനത്തിനും. താപസശ്രേഷ്ഠനരുൾ ചെയ്തിത് അന്നേരം താപമൊരുവർക്കുമില്ല അയോധ്യാപുരേ. നിത്യം ഭരതശത്രുഘ്നകുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു ഭക്ത്യാ ജഡാവൽക്കലാദികളും പൂണ്ടു സത്യസ്വരൂപനം നിന്നെയും പാർത്തു പാർത്താഹന്ത സിംഹാസനെ പാതുകം വെച്ചു മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കുന്നിതെപ്പോഴും. ത്വൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നതു ചിൽപുരുഷ പ്രഭോ വൃത്താന്തമൊക്കെ ഞാൻ. സീതാഹരണവും സുഗ്രീവ സഖ്യവും യാതുധാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ. ആദ്യമധ്യാന്തമില്ലാതെ പരബ്രഹ്മമേതും തിരിക്കരുതാതൊരു വസ്തു നീ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിന്തിരുവടി നിർണയം. ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായ തനന്തൻ ജഗൽ പ്രഭോ. ഇന്നു നീ ശുദ്ധമാക്കേണം മമാശ്രമം ചെന്ന അയോധ്യാപുരം ബുക്കീടെടുത്ത നാൾ. കർണാമതമാ മുനിവാക്കു കേട്ടുപോയി പർണശാലാമകം ബുക്കിതു രാഘവൻ. പൂജിതനായി ഭ്രാതൃഭാര്യ സമന്വിതം രാജീവനേത്രനും പ്രീതി പൂണ്ടിടിനാൻ. ഹനുമൻ ഭരത സംവാദം.
പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചഥ ചൊന്നാൻ അനിലാത്മജനോടു രാഘവൻ ചെന്ന് അയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷം അറിഞ്ഞു നീ വന്നിടുകെന്നുടെ വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോടു ചെല്ലണം. പോകുന്ന നേരം ഗുഹനെയും ചെന്നു കണ്ടേകാന്തമായി അറിയിച്ചിടവസ്ഥകൾ. മാരുതി മാനുഷവേഷം ധരിച്ചു പോയി ശ്രീരാമവൃത്തം ഗുഹനെയും കേൾപ്പിച്ചു. സത്വരം ചെന്നു നന്ദിഗ്രാമം ഉൾപ്പൊക്കു ഭക്തനായിടും ഭരതനെ കോപ്പിനാൻ. പാതുകവും വെച്ച് പൂജിച്ച നാരദം ചേതസാരാമനെ ധ്യാനിച്ചു ശുദ്ധനായി സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജഡാവൽക്കലം പൂണ്ടു മൂലഫലവും ഭുജിച്ചു കൃശാങ്കനായി ബാലനോടും കൂടെ വാഴുന്നതു കണ്ടു മാരുതിയും ബഹുമാനിച്ചിതേറ്റവും. ആരുമില്ലിത്ര ഭക്തന്മാരവനിയിൽ എന്നു കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നു മധുരമാറു ചൊല്ലിയിടിനാൻ. അഗ്രജൻ തന്നെ മുഹൂർത്തമാത്തേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധേ. സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവക ബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷാബലം തന്നോടും രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ. രാവണനെ കൊന്നു ദേവിയെയും വീണ്ടു ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മാനസേ ശോകവും തീർന്നു വസിക്കാമെനിച്ചിരം. യുദ്ധമാകർണ്യ ഭരതകുമാരനും ബദ്ധസമ്മോദം വിമൂർച്ഛിതനായി വീണു സത്വരമാശസ്തനായ നേരം പുനരുദ്ധായ ഗാഠമായി ആലിംഗനം ചെയ്തു വാനരവീരാശിരസി മുതാ പരമാനന്ദ ബാഷ്പാഭിഷേകവും ചെയ്തിതു. ദേവോത്തമനോ നരോത്തമനോ ഭവാൻ ഏവം എന്നെ കുറിച്ചിത്ര കൃപയോടും ഇഷ്ടവാക്യം ചൊന്നതിനനുരൂപമായി തുഷ്ട്യാ തരുവതിനില്ല മറ്റേതുമേ. ശോകം മതീയം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരുസാകം തരിയിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും ചൊല്ലിടടോ രാമകീർത്തനം സൗഖ്യദം. മാനവനാഥനു വാനരന്മാരോടു കാനനെ സംഘമുണ്ടായത് എങ്ങനെ? വൈദേഹിയെ കട്ടുകൊണ്ടവാർ എങ്ങനെ? യാതുധാനാധിപനാകിയ രാവണൻ ഇത്തരം ചോദിച്ച രാജകുമാരനോട് ഉത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. എങ്കിലോ നിങ്ങളെ ചിത്രകൂടാജലത്തിങ്കൽ നിന്നാധി കലർന്നു പിരിഞ്ഞ നാൾ ആദിയായി ഇന്നോളമുള്ള ഒരവസ്ഥകൾ ആദരം ഉൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ട് ഞാൻ ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിടുക. വന്നുപോം ദുഃഖവിനാശം തപോനിധേ എന്നു പറഞ്ഞറിയിച്ചാൻ അഖിലവും മന്നവൻ തൻ ചരിത്രം പവിത്രം പരം. ശത്രുഘ്നമിത്ര ഭൃത്യാമാത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിടിനാ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. പൂർവം രാമതപോവനാധിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായോ മരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം ഖേദത്തി രാമായണം. ഹരി ഓം.